ചെന്നിത്തല നവോദയ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രീൻ ഇന്ത്യ ക്ലീൻ ഇന്ത്യ എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ പരിസരങ്ങളും ചുറ്റുപാടുകളും ഒക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആർട്ട് ഏരിയയാക്കി മാറ്റുവാൻ വേണ്ടി ഇതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഈ വിഷയത്തെ എന്റെ മനസ്സിലേക്ക് തരികയും ആ വിഷയത്തെ വെച്ചുകൊണ്ട് ഞാൻ തയ്യാറാക്കിയ ഒരു ലേഖനവുമാണ് ഞാനിവിടെ വായിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം വർത്തമാനകാലത്തിൽ നാം നേരിടുന്ന എല്ലാ വെല്ലുവിളികളും നമ്മുടെ ചുറ്റുപാടിന് ഏൽക്കുന്ന മുറിവുകളാണെന്നും വരും തലമുറയ്ക്ക് പോലും അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഗ്രീൻ ഇന്ത്യ ക്ലീൻ ഇന്ത്യ എന്നുള്ള സബ്ജക്റ്റിന്റെ വ്യാപ്തി നാം തിരിച്ചറിയേണ്ടത്. ചെന്നിത്തല നവോദയയുടെ ഈ ഉദ്യമം തന്നെ വളരെ ശ്ലാഘനീയമാണ്. വർത്തമാനകാലത്തിൽ പുതിയ തലമുറയെ രാഷ്ട്രബോധമുള്ള ഒരു നാടിന്റെ എല്ലാ നല്ല അർത്ഥങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ ചുറ്റുപാടുകളെ എങ്ങനെയാണ് ശോഭയാർന്നതാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ വിദ്യാലയത്തിലെ ഈ 5 ദിവസം നടക്കുന്ന ക്യാമ്പിൽ കൂടി കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. വർത്തമാനകാലത്തിൽ ഇത് അനിവാര്യമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട് വരൾച്ചയിലേക്ക് പോകുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട് എല്ലാ അർത്ഥത്തിലും അശുദ്ധിയിലേക്ക് പോകുമ്പോഴും ചരിത്രം നമ്മുടെ മുന്നിൽ സാക്ഷിയാക്കി തന്ന നമ്മുടെ പ്രധാനപ്പെട്ട നദീതടങ്ങളും ഒക്കെ തന്നെ മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വസന്തകാലത്തിന്റെ ആ നീരുറവയിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രമുഖ കവികളും എഴുത്തുകാരും ഒക്കെ തന്നെ പറഞ്ഞുവെച്ച ഗാനങ്ങളെയും ഒക്കെ ആസ്പദമാക്കി വർത്തമാനകാലത്തിന്റെ പ്രസക്തി ബോധ്യപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ഈ ലേഖനം ഇതിന് പ്രേരകമായത് ചെന്നിത്തല നവോദയയിലെ ഈ ഗ്രീൻ ഇന്ത്യ ക്ലീൻ ഇന്ത്യ എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നപ്പോഴാണ്. അതിന്റെ തയ്യാറാക്കിയ എന്റെ ലേഖനമാണ് ഞാനിവിടെ വായിക്കുന്നത്. ഹരിതഭാരതം, ശുചിത്വ ഭാരതം. ഹരിതശോഭ നുകർന്ന നാം പ്രകൃതിയുടെ ശോഭകൾ നഷ്ടപ്പെടുമ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല എന്ന സത്യം വിസ്മരിക്കുന്നവരാകരുത്. ഹരിതഭാരതം, ശുചിത്വ ഭാരതം. ഹരിതശോഭ നുകർന്ന നാം പ്രകൃതിയുടെ ശോഭകൾ നഷ്ടപ്പെടുമ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല എന്ന സത്യം വിസ്മരിക്കുന്നവരാകരുത്. സുവർണ ശോഭയുടെ തെളിനീർ നിലാവിന്റെ സുതാര്യത പോലെ സംരക്ഷിക്കേണ്ടവരാണ് നാം. തലകാല ഭേദങ്ങളെ സമചിത്തതയോടെ കാലദൈർഘ്യങ്ങളെ നേരിടുന്ന ശക്തിയായി കരുതലോടെ കാത്തു സംരക്ഷിക്കുവാൻ ചിന്തയുടെ തെളിനീരായി കാണുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്തിലും ഏതിലും തന്റെ സ്വകാര്യ സ്വാർത്ഥതയും സാമർഥ്യവും തെളിയിക്കുന്നതിലുപരി സമൂഹ നന്മയുടെ നവനീർത്തടങ്ങളായി പരിലസിക്കുവാൻ ഉതകുന്ന ചിന്തയുടെ ചിരാതാണ് ഇവിടെ തെളിയേണ്ടത്. അധികാരം ആഡംബര ഭാവത്തിന്റെ മേൽക്കോയ്മയായും മാറാതെ നവഭാവുകത്വത്തിന്റെ വിനയതലങ്ങളായി പരിലസിക്കുവാൻ ഗൗരവമായ വീക്ഷണങ്ങളാണ് അനിവാര്യം. കാര്യത്തോട് അടുക്കുമ്പോഴാണ് സംഗതികളുടെ വളവുകളും തിരിവുകളും അറിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത സമൂഹത്തെ വിഭ്രാത്മകമാക്കുവാൻ പലതും വിഭാവനകളുടെ പ്രഹസനമാകാം. ജീവൻ തുടിക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിന്റെ അഴകാകുമ്പോൾ സ്വയം നഷ്ടപ്പെടുത്തുന്ന ജീവന്റെ തുടുപ്പുകൾ വികലമായ ചിത്രതലങ്ങൾ നൽകി കടന്നുപോകുന്നു. ഇത് ആസ്വാദന തലത്തിന്റെ വിശാലതയാണെന്ന് കാണുന്ന ശുദ്ധ അബദ്ധ മനസ്സുകൾക്ക് ആവരണത്തിന്റെ ശോഭ മാത്രം മതി. ആന്തരികമായ യാഥാർത്ഥ്യവും അതിൽ നിറയുന്ന നന്മയുടെ സൗന്ദര്യവും ആകർഷണവും ആർക്കും അറിയേണ്ടാത്ത കാലത്താണ് ശുചിത്വവും അതിൽ നിറയുന്ന ശോഭയും സ്നേഹസംഗീതമാകേണ്ടത്. നമ്മുടെ പരിസരങ്ങൾ ശുചി ആക്കുന്നത് പോലെ തന്നെ എല്ലാ നല്ല അർത്ഥങ്ങളും പ്രാണവായുവും പ്രസരിപ്പിക്കുന്ന വൃക്ഷ സമൂഹങ്ങളെ അല്ലെങ്കിൽ സസ്യജാലങ്ങളെ നിലനിർത്തുകയും സംരക്ഷിപ്പിക്കുകയും ജനിപ്പിക്കുകയുമാണ് വേണ്ടത്. എല്ലാം അഭിനയ സാമർഥ്യമൊരുക്കുന്ന തിരശ്ശീലകളാൽ നിറയുന്നതാകാതെ വർത്തമാനകാലത്തിന് ഉതകുന്ന നവ ചൈതന്യധാരയാകുവാൻ വേണ്ട ചിന്താസരണികളാണ് ഉണരേണ്ടത്. മറിച്ച് വാക്കുകൾ പ്രസംഗപീഠങ്ങളിൽ മൃതിയടയുന്ന കാഴ്ചകളാകാതെ പ്രവൃത്തിയുടെ രമ്യ മനോഹാരിത നിറയുന്ന ഇടങ്ങളാകുവാൻ ചുറ്റുപാടുകളെ സജ്ജമാക്കേണ്ടതുണ്ട്. മറിച്ചായാൽ വന്നു ഭവിക്കുന്ന ദുരന്തങ്ങളെ നഗ്നനേത്രങ്ങളാൽ കണ്ടുമടങ്ങാം. സ്നേഹിക്കും നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും
വയലാർ കുറിച്ച വരികളിൽ നിന്നും പ്രണയ സംഗീത തൽപ്പത്തിൽ വിടരുന്ന ഗതകാല ചിത്രം ഉൾക്കൊള്ളുവാൻ ബുദ്ധിജീവി വേഷം കെട്ടേണ്ടതില്ല എന്നും നാം തിരിച്ചറിയണം. കാന്തിയുടെ കർമ്മപഥങ്ങൾ തീർക്കുന്ന വിശാലത കാരുണ്യഭാവം തുളുമ്പുന്ന ക്യാൻവാസുകളായാണ് സൃഷ്ടിക്കേണ്ടത്. എല്ലാം എന്റേതായ കാഴ്ചയുടെ രസതന്ത്രമാണെന്ന് വീമ്പിളക്കാൻ ഏതൊരുവനും കഴിയും. സത്യം എന്നും ഒരുത്തരം മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ. അത് വ്യർത്ഥതയുടെ വാതായനങ്ങൾ തുറക്കുവാനല്ല, മറിച്ച് ചിന്തയുടെ ചിരാതായി മാറ്റുവാനാണ് നാം യത്നിക്കേണ്ടത്. വരുമൊരു നാൾ വരും, വിഷു വരും, വർഷം വരും, നാളെ ആരെന്നും എന്തെന്നും ആർക്കറിയൂ എന്ന കവിവാക്യം ഒരു കാഴ്ചയും നൽകാത്ത ക്യാൻവാസായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല നാൾ ഒരിക്കലും വരില്ല എന്നും വരുന്നത് അശാന്തിയുടെ തടവറയായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നു. ആർക്കും ആരെയും ഹിംസിക്കാവുന്ന കാലം. ആസ്വാദനം ഭീവത്സമാകുന്ന കാഴ്ചകൾ മാത്രമായി വർത്തമാനം നിറയുന്നു. എവിടെയോ ബുദ്ധിയുടെ ശൂന്യത അവിഹിതമായ സത്യത്തെ തിരയുമ്പോൾ നേട്ടം ഒരു നിമിഷത്തിന്റെ വൈതരണിയായി മാറുന്നു. കാറ്റിന്റെ സുഗന്ധം അസ്വാരസ്യമൊരുക്കുന്നത് വൃത്തികേടിന്റെ ചീഞ്ഞ ഗന്ധമാകുന്നതാണെന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടമാകുന്നതാണ് എല്ലാ പരാജയങ്ങൾക്കും നിദാനം. കാറ്റിന്റെ ഗന്ധം പ്രതീക്ഷകളുടെ നവരാഗമായി ഭവിക്കുവാൻ കൂട്ടായ്മകളുടെ ശക്തികേന്ദ്രമായി മനുഷ്യ സമൂഹം മാറണം. വാക്കുകളുടെ അതിരുകൾ ഭേദിക്കുന്ന ക്രിയാത്മകതയുടെ വർണ്ണരാജി തീർക്കുവാനുള്ള യത്നങ്ങളാണ് അനിവാര്യം. ഇവിടെ നാം പണയപ്പെടരുത്, പെടുത്തരുത്. സ്ഥാപിതവും നൈമിഷികവുമായ സഖ്യങ്ങളിൽ അടിയറവ് വയ്ക്കുന്നതാകരുത്. കഴിഞ്ഞകാല യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഒരു നവലോക സൃഷ്ടിക്കായി ഉയർത്തുന്ന ചിന്തകളുടെ പ്രേരക ഘടകങ്ങളായി മാറേണ്ടതാണ്. വരൂ, നമുക്കൊരു സത്യം നെയ്യാം. കാലത്തിന്റെ സൗരഭ്യം നുകരുന്ന കാഴ്ചകൾ സമ്മാനിക്കാം. ഗതകാലങ്ങളുടെ സൗന്ദര്യ വർണ്ണനകൾ വയലാറും വി ഭാസ്കരൻ മാസ്റ്ററും ജനകീയ മാധ്യമമായ ചലച്ചിത്രത്തിനായി തീർത്ത കാവ്യതരംഗങ്ങൾ ഇന്നും എന്നും മലയാളിയുടെ മനസ്സിൽ നവഭാവചിത്രം രചിക്കും. വയലാറിന്റെ 1000 പാദസ്തരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി എന്നതും അഷ്ടമുടി കായലിലെ അന്നനടത്തോണിയിൽ അഷ്ടമുടി എന്ന പ്രകൃതി രമണീയതയെ വരച്ചു കാട്ടുകയും ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരം ജനിക്കും മുമ്പേ പ്രകൃതിയും കാലവും ഒരുമിച്ച് പാടിയ പ്രേമത്തിന്റെ ദിവ്യാനുഭൂതി നുകർന്നതും പ്രകൃതിയുടെ രമണീയതയിലാണെന്ന ചിന്ത പകരുന്നതായിരുന്നു. ശ്രാവണചന്ദ്രിക പൂച്ചൂടിച്ചും ഭൂമികന്യക പുഞ്ചിരിച്ചതും പൂന്തേനരുവിയെ പൊന്മുടിപ്പുഴയുടെ അനുജിത്തിയായി വർണ്ണിച്ചതും പുഴകളും മലകളും പൂവനങ്ങളും ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങളാണെന്നുമുള്ള ആഴത്തിലുള്ള കാഴ്ചകൾ സമ്മാനിച്ചതും ഭാസ്കരൻ മാസ്റ്റർ തന്റെ പൂവുകൾ പൂത്തത് തങ്കക്കിനാവിന്റെ താഴ്വരയിലാണെന്ന കാഴ്ചയും കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടിയതും കടത്തുവള്ളം യാത്രയായതും തിരിച്ചറിയുമ്പോൾ ഒരു വസന്തകാലത്തിന്റെ മഞ്ഞണിപ്പൂനിലാവായി നമ്മളിൽ നിറയുന്നത്. ഈ കാലങ്ങളെയും കലാകാരന്മാരെയും സ്മരിക്കുക മാത്രമല്ല വേണ്ടതെന്നും അവർ തീർത്ത സാംസ്കാരിക വിപ്ലവം വർത്തമാന കാലത്തിലെ വിഴുപ്പുകൾ മാറ്റി നവലോകത്തിന്റെ വസന്തകാലങ്ങളാക്കുവാൻ നമുക്ക് കൂട്ടായ്മയുടെ ജാതിമത രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കേണ്ടത് കാലം ആവശ്യപ്പെടുന്ന കർത്തവ്യമാണ്. അടുത്ത തലമുറയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുന്നവരായി മാറാതെ നമുക്ക് ഒത്തുകൂടാം. ഒരു നവഭാരത ഗാഥ ഒരുക്കാം. ഹരിത സമൃദ്ധിയിൽ നിറയാം. ശുചിത്വ ശോഭ പകരാം.